വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചച്ചക്ക ഉണക്കി വർഷങ്ങളോളം കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ച് പറയാനാണ്. ഇപ്പോൾ ചക്കയുള്ള ഒരു കാലമാണല്ലോ, നമുക്ക് ഒരുപാട് ചക്ക കിട്ടാനുണ്ട് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ വെറുതെ ചക്ക കേടുവരുത്തി കളയേണ്ട. നമുക്ക് ഇതുപോലെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്തും നമുക്ക് ചക്കക്കറികളൊക്കെ കൂട്ടാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ചക്ക ഇതുപോലെ ചെറുതായിട്ട് തന്നെ മുറിക്കണം, എന്നാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. വെള്ളം, ഉപ്പ്, ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളക്കട്ടെ. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം നിൽക്കണം, കുറഞ്ഞു പോകരുത്. കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് പോലും ഇതിൽ വെക്കരുത്. ഈ വെള്ളം ഇതിൽ നിന്ന് ഒഴിവാക്കി വാർത്തെടുക്കണം. ചക്കയിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോ, വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്കിത് നല്ല വെയിലുള്ള സ്ഥലത്ത് ഇട്ടിട്ട് ഒരു 5 ദിവസം ഉണക്കണം. നല്ലോണം വെയിലുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ ഈ ചക്ക ഉണക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ അതിൽ പൂപ്പിലൊക്കെ പിടിച്ച് കേടുവന്ന് പോകാൻ സാധ്യതയുണ്ട്. നല്ല വെയിലുള്ള സമയം നോക്കി ചക്ക ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് 1 വർഷം കഴിഞ്ഞ ചക്കയാണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഈ ചക്ക എടുത്തതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഉണക്കി വെച്ചതാണ്. ഇതുപോലെ വേണം ഉണക്കിയെടുക്കാൻ, തീരെ കേടുവരില്ല. ഇത് ഇനി ഉണക്കിയ ചക്ക ഇട്ട് വെക്കേണ്ടത് ഒരു നനവില്ലാത്ത ഒരു ഭരണിയിലോ അല്ലെങ്കിൽ അടപ്പുള്ള ഒരു കുപ്പിയിലോ ഒക്കെയാണ് ഇട്ട് വെക്കേണ്ടത്. അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ തീരെ കേടുവരാതെ കുറേ കാലം നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.